നെയ്മർ ജൂനിയർ ടു FC ബാഴ്സലോണ. ട്രാൻസ്ഫർ ന്യൂസുകളിൽ മൊത്തം ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് ഇതാണല്ലേ, നെയ്മർ ടു ബാഴ്സലോണ, ലയണൽ മെസ്സി ടു ബാഴ്സലോണ. എങ്കിൽ ഇതുമായിട്ട് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് FC ബാഴ്സലോണയുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ ഡെക്കോ, ബ്രസീലുകാരൻ. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തോട് ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ, മുന്നേ ഫ്ലിക്കിനോട് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബാഴ്സലോണയിലേക്ക് നെയ്മറുടെ തിരിച്ചുവരവിനെ കുറിച്ച് ഫ്ലിക്കിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അതിൻ്റെ ആളല്ല. അതായത് ടീമിലേക്ക് താരങ്ങളെ സൈൻ ചെയ്യുന്നതും കൊണ്ടുവരുന്നതും ആ ഒരു റോൾ എൻ്റേതല്ല, അത് അവരുടെ റോളാണ്. ഞാനിപ്പോൾ അത് ശ്രദ്ധിക്കുന്നില്ല. ഞാനിപ്പോൾ മുന്നോട്ടുള്ള ടീമിൻ്റെ പ്രയാണവും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസുമാണ് ഫോളോ ചെയ്യുന്നത്. അത് മറ്റേത് ടീമിലേക്ക് താരങ്ങൾ എത്തിക്കുന്നത് എൻ്റെ ജോലിയല്ല എന്ന് ഫ്ലിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ സ്പോർട്ടിംഗ് ഡയറക്ടറോട് കൂടി ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി, തീർച്ചയായും ഞാൻ നെയ്മർ ജൂനിയറോട് ഒരു കട്ട ഫാനാണ്. അദ്ദേഹത്തിൻ്റെ കളി ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അദ്ദേഹം ഇപ്പോൾ സാന്റോസിലാണ് കളിക്കുന്നത്, അവിടെ അദ്ദേഹം ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. എന്താണെങ്കിലും ഇരു ടീമുകൾക്കും, FC ബാഴ്സലോണക്കും നെയ്മർ ജൂനിയർക്കും നല്ലതായിട്ടുള്ള ഒരു പ്ലാന് അല്ലെങ്കിൽ ഒരു സംഭവം തന്നെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നല്ലത് തന്നെ നടക്കണം. ഇപ്പോൾ ബാഴ്സലോണ ഭാവിയിലെ പ്ലാനുകളെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, സ്റ്റാർട്ടിങ് പ്ലാനുകൾ ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന് ഡെക്കോയുടെ വാക്കുകൾ. നെയ്മർ എത്തിക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സാന്റോസിൽ അദ്ദേഹം ഹാപ്പിയാണ്. ഇപ്പോൾ അദ്ദേഹം ബ്രസീലിലാണ്. ബ്രസീൽ നാഷണൽ ടീമിന് അദ്ദേഹത്തെ ആവശ്യമാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ചത് ബ്രസീൽ തന്നെയാണ്. ബ്രസീലിൽ കളിക്കുമ്പോൾ തന്നെയായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും മികച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് അപ്പോൾ ഏതായാലും നെയ്മർ ജൂനിയർ ടു ബാഴ്സലോണ എന്നുള്ള ന്യൂസുകൾ ഒരുപാട് തരംഗമായി കൊണ്ടിരിക്കുന്നു. 5 മാസത്തെ കാലാവധിയാണ് അദ്ദേഹത്തിന് സാന്റോസിലുള്ളത്. ആ ഒരു സാന്റോസ് ജീവിതത്തിന് ശേഷം അദ്ദേഹം യൂറോപ്പിലേക്ക് തിരിച്ചെത്തുമോ, അതോ സാന്റോസിൽ തന്നെ അദ്ദേഹത്തിന്റെ ബാല്യകാല ക്ലബിൽ തന്നെ തുടരുമോ എന്നുള്ള ബാഴ്സയുടെ സൈഡിൽ നിന്നൊന്നും ഇതുവരെ ന്യൂസുകളൊന്നും എത്തിയിട്ടില്ല. നെയ്മർ ജൂനിയർ ഉൾപ്പെടെ ബാഴ്സയുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല എന്ന് ഡെക്കോ പറയുന്നുണ്ട്. ഏതായാലും കാത്തിരിക്കാൻ നമുക്ക് ആ ഒരു ട്രാൻസ്ഫർ ന്യൂസിന് ഒരു മികച്ച ഒരു എൻഡിങ് ഉണ്ടാകുമോ എന്നുള്ളത് അല്ലേ.